എന്നാൽ ഈ ഗവർണർ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഭാരതാംബയെ വെക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അതാണ് ഫാസിസം. അതല്ല ശിവൻകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഭാരതാംബയെ വെച്ച് നിങ്ങൾ പൂജിക്കണമെന്ന് ശിവൻകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫാസിസം. അല്ലെ രാജൻ മന്ത്രിയോട് ഗവർണർ പറയുകയാണ് നിങ്ങളുടെ മന്ത്രിമന്ദിരത്തിൽ ഭാരതാംബയെ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് ഫാസിസം. രാജ്ഭവനിൽ സംഘിയായിട്ടുള്ള ഗവർണർ ആ പദവിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരതാംബ അവിടെ ഉണ്ടാവും, ഉണ്ടായേ പറ്റൂ, ഉണ്ടാവണമല്ലോ, ഉണ്ടാവണ്ടേ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 2ഓളം കേരളീയ മന്ത്രിമാർ രാജ്ഭവനിൽ പോയി ഭാരതാംബയെ കണ്ട് വിരണ്ട് ഇറങ്ങലിച്ച് പാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി അവർ അനുയായികളോട് പറഞ്ഞത് ഇത് ഞങ്ങളുടെ നിലപാടാണെന്നാണ്. അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും അവർക്ക് അവകാശമുണ്ട്. അവർ പറയുന്നത് വിശ്വസിക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും തീർച്ചയായിട്ടും അവരുടെ അനുയായികൾക്കുമുണ്ട്. കുരിശ് കണ്ടു പായുന്ന ചെകുത്താൻ കുരിശിൽ നിന്നും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു അകലത്തെത്തി എന്ന ഉത്തമ ബോധ്യമുണ്ടാകുമ്പോൾ അവിടെ വിശ്രമിച്ചുകൊണ്ട് തന്റെ അനുയായികളോടായി ചെകുത്താൻ പറയുകയാണ് ഇതെന്റെ നിലപാടാണ്. കുരിശിനോടുള്ള എൻ്റെ പ്രതിഷേധം, കർത്താവിനോടുള്ള എൻ്റെ വിയോജിപ്പ്, എൻ്റെ നിലപാട്, അതാണ് ഈ ഓട്ടത്തിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിശ്വസിക്കാൻ ചെകുത്താൻ അനുയായികൾക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ബുദ്ധിയെ അവർക്ക് അവരുടെ മണ്ടയിൽ പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളൂ. അതല്ലാതെ തിരിച്ചൊരു ചോദ്യം ചോദിക്കില്ല ഒരനുയായി. എന്ത് ചോദ്യമാണ്? നിങ്ങളുടെ ഭീരുത്വം എങ്ങനെയാണ്? കുരിശ് കാണുമ്പോഴുള്ള നിങ്ങളുടെ വിറയൽ, നിങ്ങളുടെ ആ ഭയം എങ്ങനെയാണ് നിലപാടാവുക? പ്രാണഭയത്തോടുകൂടിയുള്ള നിങ്ങളുടെ ഓട്ടം എങ്ങനെയാണ് നിലപാടാവുക? കുരിശിനെ നേരിടാനാവാത്ത നിങ്ങളുടെ പ്രാപ്തിയില്ലായ്മയെ എങ്ങനെയാണ് നിലപാടാക്കാൻ സാധിക്കുക എന്ന് ചെകുത്താനോട് ആരും ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെകുത്താൻ്റെ അനുയായികളുമാവില്ല. അതുകൊണ്ട് ഈ ഭാരതാംബയെ കണ്ട് തിരിഞ്ഞോടുന്ന ഒരു മന്ത്രിക്കും ഭയക്കേണ്ട കാര്യമില്ല. അതിജീവന ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവുന്ന മാധ്യമ പ്രവർത്തകരോ അവരുടെ അതല്ലെങ്കിൽ അനുയായികളെ പിന്നെ പറയുകയും വേണ്ട, അങ്ങനെ ആരുമില്ല കേരളത്തിൽ. ഈ പ്രബുദ്ധ കേരളത്തിൽ ഇതുപോലുള്ള ഒരു തെണ്ടിത്തരം കാണിച്ച് ഓടിപ്പാഞ്ഞു വരുന്ന ഒരു മന്ത്രിയോട് നിങ്ങൾ കാണിക്കുന്നത് പോക്രിത്തരമല്ലേ എന്ന് ചോദിക്കാൻ കഴിയുന്ന നട്ടെല്ലുറപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നമുക്കില്ല. സാധാരണ മനുഷ്യർക്ക് ചോദിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാ നിലയിലും സുരക്ഷിതരാണ് ഈ മന്ത്രിമാർ. ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 വഴികളുണ്ട് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. നമ്മുടെ കേരളീയ മന്ത്രിമാർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന 2 വഴികൾ പോകാൻ പറഞ്ഞു തരാം. ഭാവിയിലേക്ക് ഗുണപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നേരം പോക്കായിട്ട് വായിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. സ്വാഭാവികമായിട്ടും ഭാരതീയ ഭരണഘടന കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം രാജ്ഭവനിൽ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇനിയും ഇതുപോലുള്ള മന്ത്രിമാർക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ ഗവർണറായിട്ട് വന്നിരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും കമ്മികൾ പറയുന്നത് പോലെ അതൊരു രഹസ്യമൊന്നുമില്ല. പൂർണ്ണമായും അദ്ദേഹം ഒരു സംഖ്യ തന്നെയാണ്. ഒന്നാന്തരം സംഖ്യയാണ്. സംഖ്യയായി ജനിച്ച വ്യക്തി എന്ന് പറയാവുന്ന നിലയിലുള്ള സംഖ്യത്വമുള്ള ഒരാളാണ് നമ്മുടെ ഗവർണറായി വന്നിരിക്കുന്നത്. അദ്ദേഹം ഭാരതാംബയ്ക്ക് വേണ്ടി ജീവിക്കും, അദ്ദേഹം ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, അദ്ദേഹം ഭാരതാംബയ്ക്ക് വേണ്ടി സംസാരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം ഭാരതാംബയുടെ മകനാണ്. സ്വാഭാവികമായും അമ്മയെ അത്ര കണ്ട് ആത്മാർത്ഥമായി അദ്ദേഹം പൂജിക്കും. നിങ്ങൾ ആലോചിക്കേണ്ടത് കമ്മികളെ വേണ്ടി ഒരു പൊറാട്ട് നാടകം കാണിക്കുന്നതല്ല ഭാരതാംബയുടെ ആ ചിത്രം. അദ്ദേഹം ഗവർണറായിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടേ മതിയാകൂ. കാരണം ഈ ഭരണഘടന ഞാൻ വായിച്ചു മനസ്സിലാക്കിയപ്പോൾ എനിക്ക് പിടികിട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവർണറെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. അങ്ങനെ ഒരു അവകാശവും നമുക്കില്ല. കേരളത്തിനില്ല, കമ്മികൾക്കില്ല, ആർക്കുമില്ല. ഗവർണറെ നമ്മുടെ രാഷ്ട്രപതി നിയമിക്കുന്നതാണ്. രാഷ്ട്രപതിയുടെ പ്രിയം ഈ ഗവർണർക്കുമേൽ എത്ര കാലമുണ്ടോ അത്രയും കാലം എന്ന് പറഞ്ഞാൽ അനുവദനീയമായ കാലത്തിനിടയിൽ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രിയം നിലനിൽക്കുന്നിടത്തോളം അദ്ദേഹത്തെ അവിടെ 5 വർഷക്കാലം നിലനിർത്തിക്കൊണ്ടുപോകാം. അപ്പോൾ ഈ ഗവർണർ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തടത്തോളം കാലം 5 വർഷം ഇവിടെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇനി ഭാവിയിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ CPM-ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കമ്മികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണല്ലോ. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്?
നമ്മുടെ പാർലമെന്റിലെയും നിയമസഭയിലെയും ഒക്കെ അംഗങ്ങൾക്കാണല്ലോ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ളത്. സ്വാഭാവികമായിട്ടും കമ്മികൾക്കിണങ്ങുന്ന നിലയിലുള്ള ഒരു ഗവർണറെ കേരളത്തിൽ തരണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ CPM താല്പര്യമുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രപതി അവിടെ ഉണ്ടായേ പറ്റുള്ളൂ, രാജ്യത്തുണ്ടായേ പറ്റൂ. അതിന് ആദ്യം വേണ്ടത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന അത്രയും രാഷ്ട്രീയ ശക്തി ഈ രാഷ്ട്രത്തിൽ കൈവരിക്കാൻ CPM സാധിക്കണം. പക്ഷെ അതിന് ഈ ശിവൻകുട്ടിയും അതല്ലെങ്കിൽ ഈ രാജൻ മന്ത്രിയും ഒക്കെ നോക്കിയാൽ നടക്കൂ? നിങ്ങളുടെ ഈ പ്രവർത്തന രീതികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനെന്നല്ല, മനുഷ്യർക്ക്, പുരോഗമന ബുദ്ധിയുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണോ നിങ്ങൾ നടത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്ഭവനിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് സംഘിയാണ്. സ്വാഭാവികമായിട്ടും ഭാരതാംബ വളരെ സുരക്ഷിതമായി രാജ്ഭവനിൽ ഇനിയും ഉണ്ടാകും, കാവി ഉടുത്ത് തന്നെ. അത് അവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ രാഷ്ട്രത്തിലെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന അത്രയും വലിയ രാഷ്ട്രീയ ശക്തിയായി രാഷ്ട്രം ഒന്നാകെ ഈ CPM അങ്ങ് വളർന്ന് വ്യാപിക്കണം. അതിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. ഇനി അങ്ങോട്ടേക്കില്ല. അപ്പോൾ അതവിടെ മറക്കാം, അല്ലേ? അത് കഴിയില്ല. ഇനി നമുക്കിതുമായിട്ട് പൊരുത്തപ്പെടാൻ എന്താ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഗവർണറോട് ഇടപെട്ടുകൊണ്ടുള്ള സഹകരണ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ, നിങ്ങളൊക്കെ മന്ത്രിമാരായിട്ടിരിക്കുന്ന കാലത്തോളം. അപ്പോൾ ഗവർണറെ എന്തായാലും തൽക്കാലം തിരുത്താൻ കഴിയില്ല. കാരണം നിങ്ങളല്ല ഗവർണറെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, രാഷ്ട്രപതിയാണ് നിയമിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ അപ്രിയം നേടാത്തിടത്തോളം കാലം തൽക്കാലം ഗവർണർ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം വരും. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, പരിഷ്കൃത ബുദ്ധി ഉണ്ടായാൽ മതി. നിങ്ങളിൽ പരിഷ്കൃത ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാരതാംബയെ കണ്ട് നിങ്ങൾക്ക് വിരണ്ടോടേണ്ടി വരില്ല. നമ്മുടെ ഗവർണർ ഭാരതാംബയെ ക്ലിഫ് ഹൗസിൽ നിർബന്ധമായിട്ട് വെച്ച് ആരാധിച്ചിരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാത്തടത്തോളം കാലം യാതൊരു പ്രശ്നവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സംഘിയായിട്ടുള്ള വ്യക്തി ഗവർണറായി വരുമ്പോൾ രാജ്ഭവനിൽ ഭാരതാംബ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭാരതാംബ അവിടെയാണ് വാഴേണ്ടത്. ഭാരതാംബ നമ്മുടെ ഈ മണ്ണിലല്ലാതെ എവിടാണ്? ഇറാനിൽ കൊണ്ടുപോയി ഭാരതാംബയെ നമുക്ക് പൂജിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിഷ്കൃത ബുദ്ധി ഉണ്ടാവുക. എന്താ പരിഷ്കൃത ബുദ്ധിയുടെ ലക്ഷണം എന്ന് പറയുന്നത്? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളുടെ ദ്വിമാറ തസ്കരോത്തമൻ, അദ്ദേഹം ആസനം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലേക്ക് പോകാറുണ്ടല്ലോ. ഈ ദ്വിമാറ തസ്കരോത്തമ ചക്രവർത്തിക്ക് കേരളാംബ എന്ന് പറയുന്നൊരു ഒരു സങ്കല്പം ഉണ്ടെന്ന് കൂട്ടുക. കേരളാംബ, അമ്പാന്ന് വേണ്ട, അമ്മാന്നോ ഉമ്മാന്നോ എന്ത് രീതിയിലും വിളിക്കുക. കേരളത്തെ ഒരു അമ്മയായി സങ്കല്പിക്കുന്ന ഒരു പതിവ് ഈ ദ്വിമാറ മരമന്ന തസ്കരോത്തമനുണ്ട് എന്ന് കൂട്ടുക. അദ്ദേഹം ആസനം കാണിക്കാൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഈ കേരളാംബയുടെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിത്രം അദ്ദേഹം കരുതുന്നു കൂട്ടുക. ആശുപത്രി മുറിയിൽ കേരളാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് കൂട്ടുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആസനം പരിശോധിക്കാൻ വരുന്ന ഡോക്ടർ, അമേരിക്കക്കാരനായിട്ടുള്ള വെള്ളക്കാരനായിട്ടുള്ള ഡോക്ടർ, ഈ മുറിയിൽ കേരളാംബ ഇരിക്കുന്നത് കാണുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന് ചേരുന്നതല്ല, ഈ രാജ്യത്തിൻ്റെ രീതിക്ക് ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളക്കാരനായിട്ടുള്ള ഡോക്ടർ ഇദ്ദേഹത്തിൻ്റെ ആസനം പരിശോധിക്കാതെ തിരിച്ചു പോകുമോ? പിണങ്ങിപ്പോകുമോ? പരിഭവിച്ചു പോകുമോ? ഇല്ല. ഒരുവൻ്റെ ഇഷ്ടം, ഒരുവൻ്റെ താല്പര്യം, ഒരുവൻ്റെ വിശ്വാസം സഹജീവിക്ക് ബുദ്ധിമുട്ടാവാത്തടത്തോളം കാലം, അവരുടെ പ്രകൃതിക്ക് യാതൊരുവിധ ദോഷവും ചെയ്യാത്തടത്തോളം കാലം അവരതിനെ അനുവദിക്കും. അതാണ് പരിഷ്കൃത ബുദ്ധി. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞതുപോലെ രാജ്ഭവനിലേക്ക് സംഘിയായിട്ടുള്ള ഗവർണർ താമസിക്കുന്ന രാജ്ഭവനിൽ ഭാരതാംബയെ കാണണ്ടേ? കണ്ടാൽ എന്താ കുഴപ്പം? അത് അദ്ദേഹത്തിൻ്റെ ഭാരതാംബയാണ്. നിങ്ങൾ വന്നിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്ക്. അദ്ദേഹത്തെ ജീവിക്കാൻ വിട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കേണ്ട, അംഗീകരിക്കുക. അതല്ലേ പരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത്, അല്ലേ? അതല്ലാതെ കേരളാംബയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തസ്കരോത്തമൻ്റെ ആസനം പരിശോധിക്കാതെ ഒരു ഡോക്ടർ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്, അപരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത്? അപ്പോൾ രാജ്ഭവനിൽ ഭാരതാംബ ഉണ്ടാവണം, കാരണം അവിടെ സംഖ്യയാണുള്ളത്. അതിലെന്താ തെറ്റിയിരിക്കുന്നത്? അങ്ങനെയല്ലേ വേണ്ടത്. എന്നാൽ ഈ ഗവർണർ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയിട്ട് ഭാരതാംബയെ വെക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അതാണ് ഫാസിസം. അതല്ല ശിവൻകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഭാരതാംബയെ വെച്ച് നിങ്ങൾ പൂജിക്കണമെന്ന് ശിവൻകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫാസിസം. അല്ല രാജൻ മന്ത്രിയോട് ഗവർണർ പറയാണ് നിങ്ങളുടെ മന്ത്രിമന്ദിരത്തിൽ ഭാരതാംബയെ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് ഫാസിസം. രാജ്ഭവനിൽ സംഘിയായിട്ടുള്ള ഗവർണർ ആ പദവിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഭാരതാംബ അവിടെ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. ഉണ്ടാവണമല്ലോ. ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇത്രയൊക്കെ ഒരു പരിഷ്കൃത ബുദ്ധി മതി.
നമ്മളൊന്നും പറയില്ലേ ഈ ലോകത്തെ ഏറ്റവും പരിഷ്കൃതമായിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത് നമ്മൾ മലയാളികളാണ് എന്ന് നമ്മൾ പറയാറില്ലേ? നിർനാണം നമ്മളങ്ങനെ അവകാശപ്പെടാറില്ലേ? അപ്പോൾ അത് നമ്മുടെ പരിഷ്കൃത ബുദ്ധിയുടെ ഭാഗമാണെന്നേ. നമ്മളുടെ ഗവർണറായി വന്നിരിക്കുന്ന ഒരു വ്യക്തി സംഘിയാണ്. അപ്പോൾ അദ്ദേഹം ഭാരതാംബയെ പൂജിക്കുന്ന ഒരു ഏർപ്പാട് അദ്ദേഹത്തിനുണ്ട്. ശരി, ആയിക്കോ, നിങ്ങൾ പൂജിച്ചോ, അതിനെന്താ കുഴപ്പമിരിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, രാഷ്ട്രീയമായി ശക്തി പ്രാപിക്കുക. രാഷ്ട്രീയമായി ശക്തി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രവൃത്തിയിൽ, പെരുമാറ്റത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ എല്ലാം ഇതുണ്ടാവണം. പുതിയ തലമുറ അവർക്ക് തോന്നണം ഇതൊരു നല്ല ആശയമാണ്, കമ്മ്യൂണിസം വളരെ മനോഹരമായിട്ടുള്ള ആശയമാണ് എന്ന് തോന്നണം. അതിന് വേണ്ടുന്ന യോഗ്യത, അല്ലെങ്കിൽ അങ്ങനെ പുതിയ തലമുറയെ, വരുന്ന തലമുറയെ അതുപോലെ പ്രേരിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരൊറ്റ നേതാവ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലില്ല. തലയ്ക്ക് വെളിവുള്ള ഒരൊറ്റ നേതാവ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ, അല്ലെ നിങ്ങളത് മനസ്സിലാക്കണ്ട. ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. ഉണ്ട് എന്ന് പറയുന്ന പ്രബുദ്ധത ഒന്നുകൂടി ഊതിക്കാച്ചി അതൊന്ന് മിനിപ്പിച്ചു വെക്കുക. പ്രബുദ്ധത ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും സംഘികൾ ഭാരതാംബയെ ആദരിക്കുന്നതിലും അംഗീകരിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും ഒന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പിന്നെ രാജ്ഭവനിൽ ഇത് പാടില്ല എന്നെങ്ങനെ പറയാൻ പറ്റുക? രാജ്ഭവൻ ഇരിക്കുന്നത് ഭാരതത്തിന്റെ മണ്ണിലല്ലേ? ഭാരതാംബ ഭാരതത്തിന്റെ മണ്ണിലല്ലേ ഇരിക്കേണ്ടത്, അല്ലേ? ഒരു പൊതുചടങ്ങിൽ ഇതൊന്നും പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ പലത് ചോദിക്കേണ്ടി വരില്ലേ? നിങ്ങൾ എന്തുമാത്രം ഗംഭീരമായ പ്രീണനം നടത്തുന്നു, ഏതെല്ലാം ഇടങ്ങളിൽ എന്തെല്ലാം രീതിയിലുള്ള പ്രീണനങ്ങൾ നിങ്ങൾ നടത്തുന്നു, അല്ലേ? എന്തിനും ഏതിനും ഒരു നീതി വേണ്ടേ? നമ്മുടെ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹിന്ദുക്കൾ മാത്രം ഉണ്ടായിരുന്ന ഒരു മണ്ണായിരുന്നില്ലേ ഇത്? എല്ലാം വിട്ടുകൊടുത്തല്ലേ നമ്മൾ ഇതിനെ സ്വീകരിച്ച്, ആനയിച്ച്, അംഗീകരിച്ച്, അതുമായി താതാത്മ്യം പ്രാപിച്ച്, അങ്ങനെയല്ലേ പല 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 ഇസങ്ങളാവട്ടെ, വിശ്വാസങ്ങളാവട്ടെ ഇവിടേക്ക് വന്നത്? എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ടല്ലേ ഹിന്ദുവായിട്ട് പോലും നിലനിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ പുതിയ തലമുറ തോന്നുകയാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഇത് ഞങ്ങൾക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണല്ലോ ഇവരുണ്ടാക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കില്ലേ? പ്രതിപ്രവർത്തനം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ വർഗീയവാദികളായതല്ല, അങ്ങനെ പറയരുത്. ഈ പോങ്ങനൊന്നും അങ്ങനെ അറപ്പോടുകൂടി കാണുന്ന ഒരാളായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ സുഡാപ്പികളുടെ അമിതമായിട്ടുള്ള പ്രകടനം കാണുമ്പോൾ, എല്ലാത്തിനെയും മതവൽക്കരിച്ച് കാണുമ്പോൾ, ഇപ്പോൾ പോങ്ങൻ നമ്മുടെ കേശവദാസപുരത്തു കൂടി MC റോഡിലൂടെ കോട്ടയം ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് കാണുന്നത് പോലല്ല, ഇന്ന് മതവസ്ത്രത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മതം എന്ന് പറഞ്ഞ് മതമൊന്ന് ആഘോഷമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ വേറിട്ട ഒരു കൂട്ടരാണ് എന്ന് ഭക്ഷണത്തിൽ പോലും, വസ്ത്രത്തിൽ പോലും, ചിന്തകളിൽ പോലും, ആചാര രീതികളിൽ പോലും എല്ലാ നിലയിലും ഞങ്ങൾ വേറിട്ട ഒന്നാണ് എന്ന് കാണിക്കുകയും, എന്നാൽ അങ്ങേയറ്റം അപരിഷ്കൃത ബുദ്ധരാണ് ഇവർ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലേക്കുള്ള സംസ്കൃതീകരിക്കപ്പെടാത്ത നിലയിലുള്ള പെരുമാറ്റങ്ങളും സഹജീവികളോടുള്ള സമീപനങ്ങളുമൊക്കെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ തലയ്ക്ക് വെളിവുള്ളവർ പ്രതിഷേധിക്കുമെടേ. ഈ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു പെൺകുട്ടി തുള്ളിച്ചാടുന്നു, നൃത്തം ചെയ്യുന്നു. ആ നൃത്തത്തിനെ ഒരു മതവസ്ത്രധാരണി വന്ന് തടയുന്നു. ഇത് പാടില്ല എന്ന് പറയുന്നു. ഒരു കൊച്ചു കുഞ്ഞ് ആനന്ദത്തിൽ നൃത്തം ചവിട്ടുമ്പോൾ ഒരു മതവസ്ത്രധാരണി വന്ന് തടയുന്നു. കണ്ടതാണ്, റീൽസിൽ കണ്ടതാണ്, AI ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇത്രയും അപരിഷ്കൃത ബുദ്ധിയോടുകൂടി ഒരു സമൂഹം ജീവിക്കുമ്പോൾ, അവർ ഒരു ക്യാൻസർ പോലെ ഒരു പ്രദേശത്ത് ബാധിക്കാൻ തുടങ്ങുമ്പോൾ, ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്കൊന്നും പിന്നെ അതിജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഒരു ആവാസ വ്യവസ്ഥ രൂപീകരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവില്ലേ? അത് ശാസ്ത്രമല്ലേ? ന്യൂട്ടൺ തന്നെ അത് പറഞ്ഞു തന്നിട്ടില്ലേ? പ്രതിപ്രവർത്തനം ഉണ്ടാകും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉണ്ടാവും, അതിശക്തമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ രാജൻ മന്ത്രിയോടും ശിവൻകുട്ടി മന്ത്രിയോടും ഒക്കെ പറയുന്നത്, നിങ്ങൾക്ക് തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇമാതിരിയുള്ള ഒരു വൃത്തികേട് കാണിച്ചിട്ട്, ഇതൊന്നും നിലപാടല്ല, ഇതിലുള്ള കഷ്ടപ്പാടാണ്. മനസ്സിലായില്ലേ? നിലപാടല്ല, കഷ്ടപ്പാടാണ്, നിലനിൽക്കാനുള്ള കഷ്ടപ്പാട്. പക്ഷെ കഷ്ടപ്പാടില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, നിങ്ങളുടെ അനുയായികളെ പറ്റിക്കാൻ പറ്റുന്നു. അതിന് കഷ്ടപ്പാട് വേണ്ട. ബുദ്ധിയുള്ളവരെ മണ്ടനാക്കാനേ കഷ്ടപ്പാട് വേണ്ടു. മണ്ടന്മാരെ തിരുമണ്ടനാക്കാൻ കഷ്ടപ്പാട് വേണ്ട. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതാംബയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കയ്യടി വാങ്ങാൻ പറ്റും. ഇത് നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് നിലപാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പരിഹാസ ബുദ്ധിയോടുകൂടി മാത്രമേ സമീപിക്കാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ നേരെ സംസാരിച്ചു എന്ന് തോന്നുന്നു. തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അയ്യോ.